വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കാട്ടുമുണ്ട, വേദിയിലുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, SYSൻ്റെ സംസ്ഥാന ട്രഷറർ ബഹുമാനപ്പെട്ട AM പരീദ് സാഹിബ് എറണാകുളം, വേദിയിലുള്ള നിരവധി പ്രഗത്ഭരായ സംഘടനാ നേതാക്കളും സമസ്തയുടെയും SYSൻ്റെയും SMFൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ, ജമിയത്തുൽ ഖുതബാ, ജമിയത്തുൽ മുദരിസീൻ, SKSSF തുടങ്ങിയ നമ്മുടെ സംഘടനകളുടെ ഈ പ്രദേശത്തെ പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായും അതോടൊപ്പം തന്നെ സമകാലികമായ വിഷയങ്ങളും ചർച്ചകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SMFൻ്റെ വളരെ ശ്രദ്ധേയമായ ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു പ്രസ്ഥാനം അതിൻ്റെ 100 വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും അജയ്യമായി, വളരെ ശക്തമായി ആ പ്രസ്ഥാനം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരത്ഭുതത്തിൻ്റെ ചരിത്രമാണ് സമസ്തയിലൂടെ നമ്മൾ കാണുന്നത്. ഒരു സംഘടന 100 വർഷമൊക്കെ പൂർത്തിയാകുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് അതിൻ്റെ അജണ്ടകൾക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾക്കുമൊക്കെ പ്രസക്തി നഷ്ടപ്പെടും. കാരണം 100 കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾ അവരുണ്ടാക്കി വെച്ച ഒരു ലക്ഷ്യം, അവരുണ്ടാക്കി വെച്ച അജണ്ട, അവരുണ്ടാക്കി വെച്ച സംഘടനയുടെ താല്പര്യങ്ങൾ 100 കൊല്ലം കഴിയുമ്പോൾ കാലം മാറി. അതുകൊണ്ട് അന്നത്തെ ചിന്തകൾക്കും ആശയങ്ങൾക്കുമൊക്കെ പ്രസക്തി ഇല്ലാതെ വരും. സംഘടനകൾ പലപ്പോഴും അസ്തമിച്ചു പോകും. പക്ഷേ സമസ്തയുടെ ചരിത്രം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. സമസ്ത അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും സമസ്തയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ലക്ഷ്യങ്ങളും അജണ്ടകളും കേവലം 100 കൊല്ലം മുമ്പ് നമ്മുടെ മുൻഗാമികൾ രൂപപ്പെടുത്തിയതല്ല. മറിച്ച് നമ്മുടെ സമ്മേളന പ്രമേയം പറയുന്നത് പോലെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ്. ഈ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ മഹാരഥന്മാർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചത് ഈ വിശുദ്ധമായ ആദർശത്തിൻ്റെ വിശുദ്ധിയാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഒരിക്കലും സമസ്തക്കാർക്ക് സാധ്യമല്ല. എന്തിനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്? സമസ്ത രൂപീകരിക്കപ്പെട്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആദർശം ഇവിടെ പ്രചരിപ്പിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്ന ആളുകളെ തുറന്നു കാണിക്കാനാണ്. സമസ്തയുടെ ഭരണഘടനയിൽ പോലും പറയുന്നത് ആദ്യത്തെ ലക്ഷ്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആദർശ പ്രചാരണം നടത്തുക. രണ്ടാമത്തത് സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്ന ബിദ്അത്തിനെ നിയമാനുസൃതം ചെറുക്കുക, ബിദ്അത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക, ബിദ്അത്തിൻ്റെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കുക. പല ആളുകളും പറയും സുന്നത്ത് ജമാഅത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് കേവലം നമ്മുടെ വഴി മാത്രം പറയാ, മറ്റുള്ളവരെക്കുറിച്ച് ഒന്നും പറയണ്ട. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആദർശത്തിൻ്റെ വഴി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, മഹാന്മാരുടെ വഴി, അത് മാത്രം പറഞ്ഞാൽ പോരാ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, പഴച്ചുപോയ വഴികൾ ഏതൊക്കെയാണ്? അതോടൊപ്പം തന്നെ അള്ളാന്റെ ദേഷ്യം ബാധിച്ചവരുടെ വഴി ഏതൊക്കെയാണ്? അത് പറയണം. അവരുടെ പഴച്ച വാദങ്ങളെ തുറന്നു കാണിക്കണം. അപ്പോഴാണ് നേരായ വഴിയെ വിശദീകരിക്കലാവുക. ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. ആ കാര്യം ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം.
സമസ്തയുടെ 85-ാം വാർഷിക സുവനീറിൽ 1945 മുതൽ ഏറെക്കുറെ 2011 വരെയുള്ള സമസ്തയുടെ മുശാവറയുടെ തീരുമാനങ്ങൾ അതിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കൃത്യമായ രേഖാമൂലം. ഏറെക്കുറെ 133 യോഗങ്ങൾ 85-ാം വാർഷിക സുവനീർ വന്ന് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഈ കാലയളവിൽ നടത്തപ്പെട്ട 133 സമസ്തയുടെ കേന്ദ്ര മുശാവറ യോഗങ്ങൾ, ആ യോഗങ്ങളിൽ തീരുമാനങ്ങൾ ഓരോന്നോരോന്ന് കൃത്യമായി ഒരു സ്ഥിതിവിവര കണക്ക് പോലെ പഠനം നടത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം, അതിൽ 162 തീരുമാനങ്ങൾ സംഘടനാപരമായ തീരുമാനങ്ങളാണ്. ഒരു സമസ്തയുടെ, ഒരു സംഘടനയുടെ, സമസ്ത എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കാവശ്യമായ സംഘടനാപരമായ തീരുമാനങ്ങൾ. അതിൽ 41 തീരുമാനങ്ങൾ ആദർശപരമായ തീരുമാനങ്ങളാണ്. വഹാബിസത്തിനെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, അങ്ങനെയുള്ള പഴച്ച പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരിക്കലും ഒരു കോംപ്രമൈസുമില്ലാത്ത കടുത്ത കണിശമായ തീരുമാനങ്ങൾ. പിന്നെ 27 തീരുമാനങ്ങൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജാമിഅ നൂരിയ പോലെയുള്ള സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ. 28 തീരുമാനങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞത് നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത ഇടപെട്ട കാര്യങ്ങൾ. 13 കാര്യങ്ങൾ ഫത്വകളുമായി ബന്ധപ്പെട്ടത്. സമസ്തക്ക് ഫത്വ കമ്മിറ്റിയുണ്ട്, 100 കണക്കിന് ഫത്വകൾ സമസ്ത നൽകിയിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിൽ സമസ്ത മുശാവറ തന്നെ നേരിട്ട് ചില ഫത്വകളിൽ ഇടപെട്ടത് 13 കാര്യങ്ങൾ. രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ ഈ കാലയളവിൽ ആകെ 4 തീരുമാനം. ആ തീരുമാനം മുഴുവൻ എന്തായിരുന്നു? സമസ്തക്ക് രാഷ്ട്രീയമില്ല, സമസ്തക്ക് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, വിദ്വേഷമില്ല, അടുപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം. ഞാൻ പറഞ്ഞു വന്നത്, സമസ്തയുടെ തീരുമാനങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ, സമസ്തയുടെ പ്രമേയങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിലൊക്കെ കാണുന്നത് ഏറ്റവും പ്രധാനമായി സംഘടനാപരമായ തീരുമാനങ്ങളും ആദർശപരമായ തീരുമാനങ്ങളുമാണ്. ഫറൂഖ് സമ്മേളനത്തിൽ 15 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ 15 പ്രമേയങ്ങളിൽ 13 പ്രമേയവും ആദർശപരമായ പ്രമേയങ്ങളാണ്. ആ ഫറൂഖ് സമ്മേളനത്തിലെ പ്രമേയങ്ങൾ പിന്നെയും തുടർന്നു വന്ന സമസ്തയുടെ പല വാർഷിക സമ്മേളനങ്ങളിലും ആ പ്രമേയം തന്നെ പിന്നെയും അവതരിപ്പിച്ച് അത് പ്രിന്റ് ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ പ്രചാരണത്തിന് ഊട്ടിയുറപ്പിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത് കാണാം. ഞാനിത് പറഞ്ഞു വന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊറ്റ ലക്ഷ്യമേ ഉള്ള സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുക, അതിനെതിരായി വരുന്ന ആളുകളെ കൃത്യമായി തുറന്നു കാണിക്കുക. അതാണ് സമസ്തയുടെ ലക്ഷ്യം. ഇന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ സമസ്തയുടെ ലക്ഷ്യം ഒന്ന് മാറ്റിപ്പിടിക്കണം, സമസ്തയുടെ അജണ്ടകൾ മാറണം, സമസ്തയുടെ താല്പര്യങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമസ്ത മാറണം എന്നാണ്. ഒരു പ്രസ്ഥാനം നമ്മുടെ മുൻഗാമികൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ രൂപീകരിച്ചത്, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ പിന്നെ ആ പ്രസ്ഥാനത്തിന് അസ്തിത്വം ഉണ്ടാകുമോ? നമ്മുടെ താല്പര്യം സമസ്ത എന്തൊരു ലക്ഷ്യത്തോടെയാണ് വരക്കല മുല്ലക്കോയ തങ്ങളുപ്പാപ്പയും പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ആ മഹാന്മാര് സ്ഥാപിച്ചത്, ആ ലക്ഷ്യത്തോടുകൂടെ തന്നെ അടുത്ത കാലഘട്ടത്തിലും അടുത്ത തലമുറയിലും അത് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ താല്പര്യം. അതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ എന്തൊക്കെ ആക്ഷേപങ്ങൾ നടത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങളെന്ന് പറയുന്നു, ഈ പ്രസ്ഥാനം എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട വരക്കല തങ്ങളുപ്പാപ്പയും പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷാലിയാത്തി തങ്ങളും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും ഖുത്ബി തങ്ങളും അവര് തുടങ്ങി വെച്ച ഈ ആദർശത്തിന്റെ പടയോട്ടത്തെ, ഈ കുതിപ്പിനെ എന്തൊരു താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നാലും ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരിക്കലും അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല എന്ന് പറയാനാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിനാണ് SMF, അതിനാണ് SYS, അതിനാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. സമസ്തക്ക് 14 കീഴ്ഘടകങ്ങളുണ്ട്. ഈ കീഴ്ഘടകങ്ങളുടെ ലക്ഷ്യം മുഴുവൻ എന്താണ്? SMFന്റെ ലക്ഷ്യം മറ്റൊന്നാവരുത്, SYSന്റെ ലക്ഷ്യം മറ്റൊന്നാവരുത്. എല്ലാവരുടെയും ലക്ഷ്യം സമസ്തയുടെ ആദർശമാണ്. സമസ്തയുടെ ഓരോ കീഴ്ഘടകങ്ങളുടെ
ആദ്യത്തിലുണ്ട് ഒരു എസ് എന്ന് പറയുന്ന ഒരു അക്ഷരം. ആ എസ് എന്താണ്? ഒന്നുകിൽ സമസ്തയാണ്, അല്ലെങ്കിൽ സുന്നിയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുമ്പോ സുന്നി പറയാതെ സുന്നി വിരുദ്ധരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു SMF-നെ ഉൾക്കൊള്ളാൻ സുന്നികൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ വീണ്ടും പറയുകയാണ്. താല്പര്യങ്ങളും താൽക്കാലികമായ ലക്ഷ്യങ്ങളുമൊക്കെ ചില കുതന്ത്രങ്ങളിലൂടെ നടപ്പാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തക്കാർ എന്നാർക്കാണ് പറയുന്നത്? സമസ്തക്കാർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സാലിം ഫൈലയൊക്കെ എപ്പോഴും പറയുന്നത് പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ തീരുമാനം മുഴുവൻ അംഗീകരിക്കുന്നവർക്കാണ് സമസ്തക്കാർ എന്ന് പറയുക. സമസ്തയുടെ ചില തീരുമാനങ്ങൾ അംഗീകരിക്കുക. ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും കാലം വരെ സമസ്ത ശരിയായിരുന്നു. ആ സമസ്തയാണ് ഞങ്ങള്. ഇപ്പൊ സയ്യിദുൽ ഉലമയും മാലിക്കുട്ടി ഉസ്താദും വന്ന സമസ്ത, ആ സമസ്തക്ക് ചില വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സമസ്തക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, സമസ്തയുടെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന അവരെങ്ങനെയാണ് യഥാർത്ഥ സമസ്തക്കാരാവുക? സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന് സമസ്തയുടെ മുശാവറ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ 100% നിലനിൽക്കുക, അവർക്കാണ് സമസ്തക്കാരെന്ന് പറയാ. അതാണല്ലോ സത്യത്തിൽ ഒരു വിഭാഗത്തെ ഷജറകൾ എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നത്. എന്താണ് ഈ ഷജറകൾ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ ഈ 100 കൊല്ലത്തെ മുശാവറ തീരുമാനങ്ങൾ മുഴുവനും അംഗീകരിച്ചതുപോലെ ഇന്നത്തെ മുശാവറയുടെ തീരുമാനങ്ങൾ ഇന്നും നാളെയും ഇനി മറ്റന്നാളും ഭാവിയിലും അംഗീകരിക്കുന്നവരാണ് ഷജറകളെങ്കിൽ ഞങ്ങളൊക്കെ ഷജറകളാണ് എന്ന് 100 വട്ടം പ്രഖ്യാപിക്കുകയാണ്. അതിന് നിങ്ങൾ മരക്കുറ്റി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും, അതിന് എന്തൊക്കെ പേര് പറഞ്ഞാലും, അതിന് സഖാക്കൾ എന്ന് വിളിച്ചാലും, എന്താക്ഷേപങ്ങൾ പറഞ്ഞാലും അതൊക്കെ പൂമാല പോലെ ഏറ്റുവാങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ സമസ്തക്കാരുടെ നേതാവ്, സമസ്തയുടെ നേതാവ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളെ നിങ്ങൾ സഖാവ് എന്ന് ആക്ഷേപിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റ് എന്ന് നിങ്ങൾ ചാപ്പകുത്തിയില്ലേ? എന്തായിരുന്നു കാരണം? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2-3 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിന് വേണ്ടി ഒരു കാര്യത്തിൽ ഇടപെട്ടു. കേരള ഗവൺമെന്റ് വഖഫ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് PSCക്ക് വിടാൻ വേണ്ടി ശ്രമിച്ചപ്പോ, ഞാൻ അതിലേക്ക് വിശദമായി പ്രവേശിക്കുകയല്ല. സയ്യിദുൽ ഉലമ എന്താ പറഞ്ഞത്? PSCക്ക് വിടാൻ പാടില്ല, അതല്ലേ പറഞ്ഞത്? സമസ്ത അതല്ലേ പറഞ്ഞത്? എല്ലാ മുസ്ലിം സംഘടനകളും അതാ പറഞ്ഞത്. മുസ്ലിം ലീഗും പറഞ്ഞത് അത് തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞത് അത് തന്നെ, സമസ്ത പറഞ്ഞത് അത് തന്നെ, സയ്യിദുൽ ഉലമ പറഞ്ഞത്. ഗവൺമെന്റിനോട് ശക്തമായ താക്കീത് നൽകി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യൻ ആ തലപ്പാവ് ധരിച്ച് ആ വിരൽ ചൂണ്ടി ഗവൺമെന്റിനോട് പറഞ്ഞു PSCക്ക് വിടാൻ പാടില്ല. എല്ലാവരും ഒന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ സയ്യിദുൽ ഉലമ ഒരു കാര്യം പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ സമരം അത് പള്ളികളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സമരമായി മാറുമെന്ന് പത്രക്കാരുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞപ്പോ അത് നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായി പള്ളി മെമ്പറും വെള്ളിയാഴ്ച പള്ളിയിലെ ജുമുഅയും ഒരു സർക്കാരിനെതിരെ സമരാഗ്നിയായി മാറുമെന്ന് പറയുമ്പോ ആ സർക്കാരിന്റെ ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ആളുകൾ, CPM-ന്റെ ആളുകൾ രംഗത്ത് വരും. ഞങ്ങളൊക്കെ അനുഭവമാണ്. ഞാൻ എന്റെ നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റാണ്. അതിന്റെ ആ വ്യാഴാഴ്ച, ഈ പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ ഖത്തീബിനോട് പറയണം, ഈ നാളത്തെ പ്രസംഗത്തിൽ വഖഫ് എന്നൊരു വാക്ക് പറയരുത്. അത് പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും, പള്ളിയിൽ പ്രശ്നമാകും. ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് കൊപ്പം മഹലിലാണ്. കൊപ്പം മഹലിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞു എന്നോട്, ഉസ്താദെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും പള്ളിയിൽ പറയരുത്, നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ ദീനി ഉപദേശങ്ങൾ നൽകുക. കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചാൽ അത് പള്ളിയിൽ പ്രശ്നങ്ങളായി തീരും, അതുകൊണ്ട് പറയരുത്. ഇതായിരുന്നു എല്ലാ നാട്ടിലെയും പൾസ്. അപ്പോ ഇത് മനസ്സിലാക്കിയ സയ്യിദുൽ ഉലമ ഒന്നേ പറഞ്ഞുള്ളൂ, വഖഫ് സമരം, വഖഫ് വിഷയം PSCക്ക് വിടുന്നതിനെതിരെ പള്ളിയുടെ അകത്തളങ്ങൾ സമരത്തിന്റെ വഴിയായി ഉപയോഗപ്പെടുത്തരുത് എന്ന് ഈ പള്ളികൾക്കും മഹല്ലുകൾക്കും നേതൃത്വം നൽകുന്ന സമസ്തയുടെ നേതാവ് ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തിയില്ലേ? നിങ്ങൾ അന്ന് മുതലല്ലേ സയ്യിദുൽ ഉലമയെ ആക്രമിക്കാൻ തുടങ്ങിയത്? ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് മുഖ്യമന്ത്രി
മലപ്പുറത്തെ ഒരു സമ്മേളനത്തിന് മതനേതാക്കളെ വിളിച്ചു. പലയിടത്തും വിളിക്കാറുണ്ട്, കോഴിക്കോട്ട് വിളിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ UDFന്റെ ആളുകളാണെങ്കിലും LDFന്റെ ആളുകളാണെങ്കിലും അവര് സമസ്തയുടെ നേതാക്കളെ പരിഗണിക്കുന്നുണ്ട്. സയ്യിദുൽ ഉലമയെ കാണാൻ UDFന്റെയും LDFന്റെയും നേതാക്കൾ വരാറുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനെ കാണാൻ വരാറുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ഗവൺമെന്റുകളും സർക്കാരുകളും കേരളത്തിലെ മാത്രമല്ല, അത് കർണാടക സർക്കാരാണെങ്കിലും അത് മറ്റുള്ള മേഖലകളിലാണെങ്കിലും ഏത് പ്രദേശങ്ങളിലും സമസ്തയുടെ നേതാക്കളെ പരിഗണിക്കുകയും അവരെ മനസ്സിലാക്കുകയും സമസ്തയുടെ ശക്തി ഉൾക്കൊള്ളുകയും ചെയ്തതിന്റെ ഭാഗമായി ആലിക്കുട്ടി ഉസ്താദിനെ മുഖ്യമന്ത്രി വിളിച്ചു. എല്ലാ മത നേതാക്കളെയും വിളിച്ചപ്പോ ആലിക്കുട്ടി ഉസ്താദ് പോകാൻ പുറപ്പെട്ടു. അന്ന് മലപ്പുറത്തേക്ക് പോകുമ്പോ കൂട്ടിലങ്ങാടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മഹാനായ ആലിക്കുട്ടി ഉസ്താദ് തിരിച്ചു വണ്ടി അത് അവിടുന്ന് മടക്കി വിട്ടു. ആ പരിപാടിയിലേക്ക് പോയില്ല. അത് വിവാദങ്ങളുണ്ടായി. അതിന്റെ പിന്നിൽ ഇന്ന് ഈ പ്രസ്ഥാനത്തിനകത്ത് തുരപ്പൻ പണിയെടുക്കുന്ന ഒരുത്തനായിരുന്നു. അവനെതിരെ അന്ന് സമസ്തയുടെ നേതാക്കൾ നടപടി സ്വീകരിച്ചു. അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കുകയല്ല. അങ്ങനെ നമ്മുടെ നേതാക്കളെ വേദനിപ്പിക്കുന്നയാൾ എന്തിന്റെ പേരിലായിരുന്നു? അത് നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, മുസ്ലിം ലീഗിന്റെ നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിച്ച്, ശൈഖുന ആലിക്കുട്ടി ഉസ്താദിനെ വേദനിപ്പിച്ച് അതിന്റെ പേരിൽ അയാൾ നടപടി നേരിട്ടു. അന്ന് ഞാൻ പറഞ്ഞു വന്നത്, ആലിക്കുട്ടി ഉസ്താദിനെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ ചില ആളുകൾക്ക് വ്യഗ്രതയുണ്ടായി. ആലിക്കുട്ടി ഉസ്താദ് ഇടതുപക്ഷ സർക്കാരിന്റെ പരിപാടിക്ക് പോകുന്നു എന്നതിന്റെ പേരിൽ, അത് സർക്കാരിന്റെ പരിപാടി അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ പരിപാടി, അത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എന്നത്തെ നിലപാട് എന്താണ്? അവകാശ സംരക്ഷണത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതാത് കാലഘട്ടത്തിൽ ഭരണം നടത്തുന്ന സർക്കാരുകളുമായി സഹകരിക്കുന്ന രീതിയാണ് സമസ്തയുടെ രീതിയുള്ളത്. അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? ഇതെന്ന് തുടങ്ങിയതാ? ഹമീദ് ഫൈലി ഞങ്ങൾക്കറിയാം, 40 കൊല്ലമായി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് സമസ്തക്ക് വേണ്ടി, SKSSFന് വേണ്ടി 89 കാലഘട്ടങ്ങളിലെ അവസ്ഥകൾ ഇവിടെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അന്ന് ഈ പ്രസ്ഥാനത്തിന് SKSSF എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് ശൈഖുന ശംസുൽ ഉലമയുടെയും KT ഉസ്താദിന്റെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ആശീർവാദത്തോടെ പ്രാർത്ഥനയോടെ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇന്നത്തേതുപോലെ ഒരു ജനകീയമാക്കു മാറ്റുന്നതിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ നേതൃപാടവം അന്ന് നമ്മുടെ മുന്നിൽ നിന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരീഅത്തിനെതിരായി, സുന്നത്ത് ജമാഅത്തിനെതിരായി, ദീനിനെതിരായി, സമസ്തക്കെതിരായി ആര് വന്നാലും അത് ഒറ്റക്കാണെങ്കിലും അതിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് പോരാടാൻ ഞങ്ങളുടെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി, പെൺകുട്ടികളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി, ചേലാകർമ്മ വിഷയത്തിലെ ചർച്ചകളുണ്ടായി, മുസ്ലിങ്ങളെ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. സമ്മേളന വേദികളിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ സമ്മേളന നഗരിൽ ജുമുഅ നടത്താറുണ്ട്. അതേപോലെ ചില മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളും സമ്മേളന വേദികൾ ജുമുഅ നടത്തുന്ന സാഹചര്യമുണ്ട്. അത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണ്. അതേപോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരിക്കുന്ന ആ തരത്തിലുള്ള ചർച്ചകളുണ്ടായി. മുജാഹിദ് വേദികളിൽ പോയി, മുജാഹിദ് സമ്മേളനങ്ങളിൽ പോയി സുന്നികളെ വേദനിപ്പിക്കുന്ന, സമസ്തക്കാരെ വേദനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ചില പൊതുപ്രവർത്തകർ ചെയ്യുന്ന രീതിയുണ്ടായി. ശരീഅത്ത് വിരുദ്ധമായി ലേഖനങ്ങൾ എഴുതി മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ. അതിന്റെ പേരിൽ അന്ന് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ചില മുസ്ലിം യുവജന നേതാക്കളെ തിരുത്തി. അതിന്റെ പേരിൽ അന്ന് മുതൽ വേട്ടയാടാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളൊന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ചെയ്ത തെറ്റ് സമസ്തയുടെ ശബ്ദമായി എന്നതാണ്. അത് ബിദ്അത്തിനെതിരെ, വഹാബിസത്തിനെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, NDF-കാർക്കെതിരെ, കാന്തപുര വിഭാഗത്തിനെതിരെ, സമസ്തക്കെതിരായി വരുന്ന ഓരോ ശക്തികൾക്കെതിരെ, വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ സമസ്തയുടെ ശബ്ദമായി മാറി എന്നതല്ലാതെ ഹമീദ് ഫൈലി ഉസ്താദ് ചെയ്ത തെറ്റെന്താ നിങ്ങൾ പറയണം. ഇതിന് കൃത്യമായ മറുപടി പറയണം. ഹമീദ് ഫൈലി, നമുക്കറിയാം, വഹാബിസം ഇന്നും വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാക്കൾ അവരുടെ ആദർശ സമ്മേളനങ്ങൾ മുഴുവനും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്.
മുജാഹിദ് വിഭാഗം എന്ന് 3 ഗ്രൂപ്പായി തമ്മിലടിക്കുന്നതിന്റെ കാരണം ജിന്ന വിഭാഗം, അതേപോലെ മർക്കസുദ് ദഅവ വിഭാഗം, KNM ഔദ്യോഗിക വിഭാഗം, അവർക്കെതിരെ അവരോട് ചില ചോദ്യങ്ങൾ സത്യധാര എന്ന നമ്മുടെ പത്രത്തിലൂടെ ചോദിച്ചു. സത്യധാര എന്ന പത്രത്തിലൂടെ ഹമീദ് ഫൈലി ഉസ്താദ് മുജാഹിദ് തൗഹീദിൽ അവർ കലക്ക് വെള്ളം ചേർത്തപ്പോ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് അൽ ഇസ്ലാഹ് മാസികയിലൂടെ അബ്ദുൽ ജബ്ബാർ മൗലവിദിന് മറുപടി എഴുതി. അന്ന് മുതലാണ് ഇവർ ചിന്ന ഭിന്നമായി ഗ്രൂപ്പിസമായി അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹമീദ് ഫൈലി ഉസ്താദ് ആദർശത്തിന്റെ കുന്തമുനയുടെ ഒരു ചോദ്യം അവരിലേക്ക് ഇട്ടുകൊടുത്തപ്പോ, ആ ഒരു അമ്പെയ്ത്ത് നടത്തിയപ്പോ ആ അമ്പേറ്റ മുറിവുണക്കാൻ വഹാബി പ്രസ്ഥാനത്തിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിന്റെ പേരിൽ അവരിപ്പോഴും കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ. അതോടൊപ്പം തന്നെ NDF-കാരെ. എന്താ NDF-നോട് വളർച്ചല്ലാതെ പോയത്? NDF-നെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നതിന് മുമ്പ് ഹമീദ് ഫൈലി മനസ്സിലാക്കി. SKSSF-ന്റെ യോഗത്തിൽ അവതരിപ്പിച്ചു. രഹസ്യവിങ്ങായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തീവ്രവാദത്തിലേക്ക് പോകുന്ന മുസ്ലിം യുവചേതനയെ, യുവജനതയെ നമ്മുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും മാനവികതയിലും അടിയുറപ്പിച്ചു നിർത്താൻ അന്ന് എത്ര ശക്തമായ പടാപ്പാടുപെട്ടിട്ടുണ്ട്. അവരുടെ വെല്ലുവിളികൾ, അവരുടെ ഭീഷണികൾ അതൊന്നും വകവെക്കാതെ ഇങ്ങനെ ഓരോ പ്രസ്ഥാനക്കാരന്റെ മുന്നിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയുടെ തീരുമാനം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തിന്റെ കൂടെ നിന്ന്, അത് മാത്രമായിരുന്നില്ലേ, അതിന്റെ പേരിലാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിയത്. ഞങ്ങളൊക്കെ ചില വിഷയങ്ങളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്, ഈ ഉമ്മത്തിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി. അന്ന് UDF-ഉം LDF-ഉം ഒക്കെ അതിനെതിരെ രംഗത്ത് വന്നു. 2 കൂട്ടരും രംഗത്ത് വന്നിട്ടുണ്ട്. പൗരത്വ ബില്ല് അറബിക്കടൽ എന്ന പ്രമേയത്തോടുകൂടെ ഇടതുപക്ഷ ചായ്വുള്ള പൗരത്വ വിരുദ്ധ സമിതി, അതിനെതിരെ അവരുണ്ടാക്കിയ ഒരു സമിതി, അതിലെല്ലാ മുസ്ലിം സംഘടനകളെയും ക്ഷണിച്ചു, സമസ്തയെ ക്ഷണിച്ചു, മുജാഹിദ് വിഭാഗത്തെ ക്ഷണിച്ചു. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. സമസ്തയെ പ്രതിനിധീകരിച്ച് മലപ്പുറത്ത് വിനീതൻ പങ്കെടുത്തു. പ്രിയപ്പെട്ട OP അഷ്റഫ് ഇവിടെ ഉണ്ട്. കണ്ണൂരിൽ OP പങ്കെടുത്തു. കോഴിക്കോട്ട് മുസ്തഫ മാഷ് പങ്കെടുത്തു. അന്ന് ഞങ്ങൾ ഒന്നേ ചെയ്തുള്ളൂ. ഞങ്ങൾ ചെയ്തത് ഏക സിവിൽ കോഡിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. അതോടെ പൗരത്വ ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. അതിനനുകൂലിച്ച് പ്രസംഗിച്ചു. അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. നിയമസഭ എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമല്ല, 140 MLA-മാർ, അത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള MLA-മാർ, അവരൊന്നിച്ചൊരു പ്രമേയം പാസാക്കുമ്പോ അത് ഗവൺമെന്റിന്റെ പേരിൽ വന്നാലും ഇവരൊക്കെ അതിൽ അനുകൂലിച്ചതല്ലേ. പ്രതിപക്ഷത്തുള്ളവരും എല്ലാവരും അനുകൂലിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡിനും അതേപോലെ പൗരത്വ ബില്ലിനും എതിരായി പ്രമേയം പാസാക്കിയപ്പോ അതിന് പിന്തുണ പ്രഖ്യാപിച്ച്, ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച്, അത് പാസാക്കിയ നിയമസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അതിലിടപെട്ട് പ്രസംഗിച്ചതിന് പേരിൽ ഞങ്ങളെയൊക്കെ കമ്മ്യൂണിസ്റ്റുകളാക്കി. ശരി, ഞങ്ങളൊന്ന് പറയുന്നു, സമസ്തയുടെ ഏത് കാലഘട്ടത്തിലെയും നയം. ഈ അടുത്ത് മലപ്പുറത്ത് SKSSF-ന്റെ സമ്മേളനത്തിൽ സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, സമസ്തക്ക് ഭരണപക്ഷത്തുള്ളവരും വേണം, പ്രതിപക്ഷത്തുള്ളവരും വേണം. ഇത് രണ്ടും സമസ്തക്ക് വേണം. ഭരണപക്ഷത്തുള്ളവരിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമസ്തയുണ്ടാകും. അത് സമസ്ത നേടിയെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ജുമുഅ നടത്താൻ അവകാശം വേണം, അനുമതി വേണം. സമസ്തയുടെ ആവശ്യത്തിന്റെ മുന്നിൽ ഗവൺമെന്റിന് അത് അംഗീകരിക്കേണ്ടി വന്നു. അതോടൊപ്പം കോവിഡ് കാലഘട്ടത്തിൽ ജനാസ പരിപാലനത്തിന് സമസ്ത ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രതിനിധി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചു. അതിനുവേണ്ടി നിയന്ത്രണങ്ങളോടുകൂടെയാണെങ്കിലും ഇളവ് നൽകപ്പെട്ടു. പെരുന്നാളിന്റെ അവധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയ കാലങ്ങളിൽ പല വിഷയങ്ങളിൽ സയ്യിദുൽ ഉലമ പറയുമ്പോ, സയ്യിദുൽ ഉലമ വിളിച്ചു പറയുമ്പോ, ടെലിഫോൺ ചെയ്ത് പറയുമ്പോ, പ്രതിനിധി സംഘത്തെ അയക്കുമ്പോ, ആവശ്യപ്പെടുമ്പോ ഗവൺമെന്റ് അത് അംഗീകരിച്ചാൽ, ഗവൺമെന്റ് അനുകൂല സമീപനം സ്വീകരിച്ചാൽ അപ്പൊ ഒരു നന്ദി പറയും, കടപ്പാട് പറയും, അതിനെ സ്വാഗതം ചെയ്യും. അതിന്റെ പേരിൽ സ്വാഗത കമ്മിറ്റി എന്ന് പറഞ്ഞ് സമസ്തയെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. സമസ്ത വളർന്ന് പന്തലിക്കുകയാണ്. കർണാടകയിൽ വെച്ച്, ബാംഗ്ലൂരിൽ വെച്ച് 100ാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സയ്യിദുൽ ഉലമയെ കർണാടക സർക്കാർ ഗസ്റ്റായിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ആലിക്കുട്ടി ഉസ്താദിന് സമസ്തയുടെ നേതാക്കളെ നമുക്കറിയാം. സത്യത്തിൽ അതൊരു അത്ഭുതമല്ലേ? സമ്മേളനം നടത്തുന്നത് സമസ്ത, സംഘാടകർ സമസ്ത,
സമസ്തയാണ് സമ്മേളനം നടത്തുന്നത്, സയ്യിദുൽ ഉലമയാണ് സമ്മേളനം നടത്തുന്നത്. സയ്യിദുൽ ഉലമയാണ് സമസ്തയുടെ അധ്യക്ഷൻ, സമ്മേളനത്തിന്റെയും അധ്യക്ഷൻ. സത്യത്തിൽ അവിടെ അതിഥിയായി കൊണ്ടുവരേണ്ടത് ആരെയാണ്? അവിടുത്തെ മുഖ്യമന്ത്രിയെ, അവിടുത്തെ മന്ത്രിമാരെ. എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിമാരും സമസ്തയുടെ പ്രസിഡന്റിനെ ഗസ്റ്റായി ഗവൺമെന്റ് പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. കർണാടകയിലാണെങ്കിലും ലക്ഷദ്വീപിലാണെങ്കിലും അന്തമാനിലാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ആ സ്വീകാര്യതയുടെ പേരിൽ, സമസ്തയുടെ വളർച്ചയുടെ പേരിൽ, സുപ്രഭാതത്തിന്റെ ജനകീയതയുടെ പേരിൽ നമ്മുടെ പത്രം, നമ്മുടെ സംഘടന SKSS നമുക്കറിയാം. കഴിഞ്ഞ മെമ്പർഷിപ്പ് കാലയളവിൽ പുതിയ കുട്ടികൾ, ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, 1,50,000 പുതിയ വിദ്യാർത്ഥികളാണ് കലാലയങ്ങളിലെ ക്യാമ്പസുകളിലെ നല്ല മിടുക്കന്മാരായ മക്കൾ ഞങ്ങൾക്ക് SKSSF-ൽ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. സമസ്ത വളരുകയാണ്, സമസ്ത ഉയരുകയാണ്. നമുക്കറിയാം, ജാരിയ ഫണ്ട് ശേഖരണം ഒരു അത്ഭുതമായിരുന്നില്ല. സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ ജാരിയ ഫണ്ട് ഒരിക്കലും 50 ലക്ഷത്തിനപ്പുറം കടക്കൂല എന്ന് പ്രവചനം നടത്തി ബെറ്റുവച്ച ആളുകൾ അവരെവിടെ പോയി? ആര്? അത് വിദേഹത്തുകാരല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളല്ല, നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ, ഇതിനൊക്കെ പാരപ്പണി ചെയ്യുന്ന ആളുകൾ. SKSSF-ന്റെ ജാരിയ ഫണ്ട് വിജയിച്ചത് നമുക്കറിയാം. 1/2 ലക്ഷം കടക്കൂല എന്ന് സ്വപ്നം കണ്ട ആളുകൾ, 50 ലക്ഷം കടക്കൂല, 1/2 കോടി കടക്കൂല എന്ന് ബെറ്റുവച്ച ആളുകൾ, അവരെയൊക്കെ ഇളിഭ്യരാക്കിക്കൊണ്ടാണ് 10 കോടിയിലേക്ക് ജാരിയ എന്ന് പറയുന്ന ആ സംവിധാനം, അത് 10 രൂപ ഗൂഗിൾ പേയിലൂടെ അയച്ചു കൊടുത്ത് 50 രൂപ സാധാരണക്കാരായ വിദ്യാർത്ഥികളും നാട്ടുകാരും പാവപ്പെട്ട ജനങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കാളികളായി. കേവലം ഒരു ഫണ്ട് ശേഖരണമല്ല, സമസ്തയുടെ SKSSF-ന്റെ ജനകീയത ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടത്. ഇതിൽ ചില ആളുകൾക്ക് കണ്ണിൽ കടിയാണ്, ഇതിൽ ചില ആളുകൾക്ക് അസൂയയാണ്. വളർന്നു വരുന്ന തലമുറ SKSSF-ലേക്ക് വരരുത്, വളർന്നു വരുന്ന തലമുറ സമസ്തക്കാരായി മാറരുത് എന്ന് സ്വപ്നം കാണുന്ന ആളുകളാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ അർത്ഥത്തിലും അതിന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഈ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് ഇവർക്ക് പിന്നിൽ? ഇവർക്ക് പിന്നിൽ നമ്മൾ കൃത്യമായി പഠനം നടത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. CIC വിവാദം ഒരുപാട് വർഷങ്ങളായി കത്തിപ്പടർന്ന് അതങ്ങനെ വിവാദം അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് CIC-യുടെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ വ്യാജ ഐഡികളെ കൊണ്ടാക്കി ചെയ്ത പണി എന്താ? അവരവസാനം ഒരു ക്യാമ്പയിൻ നടത്തി. എന്താ ക്യാമ്പയിൻ നടത്തിയത്? സമസ്തയിലുള്ള ചില ചുവപ്പൻ മൗലാനമാരാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ. സമസ്തയുടെ അകത്തുള്ള ചുവപ്പൻ പാർട്ടികളിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് ഈ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, അതേപോലെ പൗരപ്രമുഖരെ അവരൊക്കെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കള്ളപ്രചരണങ്ങൾ നടത്തി. ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ പർവ്വതീകരിച്ച് കൊണ്ടുപോയി. കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലാക്കാൻ ഒരിക്കലും അവരാരും തയ്യാറായില്ല, അവർ പഠിക്കാൻ തയ്യാറായില്ല. ഇനി എന്താ പ്രശ്നത്തിന് പരിഹാരം? പല ആളുകളും നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. മഹല്ലുകളിൽ പ്രശ്നം, സംഘടനാ രംഗത്ത് പ്രശ്നം, എവിടെയും പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാൻ എന്തേ വഴി? പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. സമസ്തക്ക് 100 കൊല്ലത്തെ ചരിത്രമുണ്ട്. കഴിഞ്ഞു പോയ ചരിത്ര കാലഘട്ടങ്ങളിൽ സമസ്തയുടെ കൂടെ സമസ്തക്കാരും സമസ്തയോട് സഹകരിക്കുന്നവരും നിന്നതുപോലെ അത് നിൽക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമുണ്ടായി. സമസ്തക്കാര് മുഴുവനും സമസ്തയുടെ കൂടെ നിന്ന് ഒറ്റപ്പെട്ട ആളുകൾ പുറത്തുപോയി. സമസ്തയെ അനുകൂലിക്കുന്ന ആളുകൾ സമസ്തയുടെ കൂടെ നിന്നു. MES-നെതിരെ തീരുമാനമുണ്ടായി. MES ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. അന്ന് മുസ്ലിം ലീഗ് പോലും മാന്യമായ നിലപാടല്ല സ്വീകരിച്ചത്. സമസ്ത മുഷാവറ MES-നെതിരെ തീരുമാനമെടുത്തപ്പോ MES-ന്റെ മോഡേൺ ഏജ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംവിധാനം കൊണ്ടുവന്ന് ശരീഅത്ത് വിരുദ്ധമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സമസ്ത തീരുമാനിച്ചു. ബാഫഖി തങ്ങൾ സമസ്തയുടെ തീരുമാനം അടുത്ത മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സമസ്ത MES-നെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മളും തീരുമാനിക്കുന്നു, മുസ്ലിം ലീഗും MES-നെതിരെ തീരുമാനമെടുത്തു. അതാണ് ഒത്തൊരുമ, അതാണ് ഐക്യം. അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ MES ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്, ഭാവിയിൽ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാവേണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് സമസ്തയുടെ കൂടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല. പിന്നീട് 2012 പട്ടിക്കാട് ജാമ്യയുടെ ഒരു സമ്മേളനത്തിൽ ഒരു വിദ്യാഭ്യാസ സെമിനാറുമായി ബന്ധപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന MES-ന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ വന്നുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ഫസൽ ഗഫൂർ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത് തെറ്റായിരുന്നു. ഞങ്ങളുടെ മുൻഗാമികൾ അത് ആ ഒരു മോഡേൺ ഏജ് സൊസൈറ്റി, ഇസ്ലാമിന്റെ മോഡേൺ ഏജ് സൊസൈറ്റി, ആ സംവിധാനം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ശരീഅത്തിനെതിരെ MES ഇടപെടാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് ജാമ്യയുടെ മുറ്റത്ത് MES-ന്റെ ഇന്നത്തെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുടെ തീരുമാനത്തിന്റെ പവറാണ് എന്ന് മനസ്സിലാക്കണം. അന്ന് എല്ലാ പൊതുനേതാക്കളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ സമസ്തയുടെ കൂടെ നിന്നു. ആലുവ ത്വരീഖത്തിന് എതിരെ സമസ്ത തീരുമാനമെടുത്തു. ആലുവ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളാഞ്ചേരിയിലെ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് സമസ്തയുടെ മുഷാവറയിലെ ചില ആളുകൾ ആ ത്വരീഖത്തിന്റെ ആലുവ സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നു. സമസ്തയുടെ ചില സ്ഥാപനങ്ങളിലെ ഉസ്താദുമാര്, വിദ്യാർത്ഥികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സമസ്ത ഒരു തീരുമാനം ആലുവ ത്വരീഖത്തിനെതിരെ പ്രഖ്യാപിച്ചപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട്ടെ സാദാത്തുക്കളും സമസ്തയുടെ കൂടെ നിന്നു. അതാണ് പ്രശ്നത്തിന്റെ പരിഹാരം. എല്ലാവരും സമസ്തയുടെ കൂടെ നിൽക്കുക. CIC വിഷയത്തിൽ സമസ്ത ഒരു തെറ്റായ തീരുമാനമാണോ എടുത്തത്? ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ മാത്രമാണോ CIC-ക്കെതിരെ? ഇന്ന് ചില ആളുകളുടെ പ്രചാരണം അങ്ങനെയാണ്. സമസ്തയുടെ മുഷാവറ CIC-ക്കെതിരല്ല, പിന്നെ കുറച്ച് ഷജറകൾ മാത്രമാണ് CIC-ക്കെതിരെ. CIC സംവിധാനത്തെ അടിച്ചൊതുക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? ഞങ്ങളെ ഈ വിഷയം പഠിപ്പിച്ചത് മലപ്പുറത്തെ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് നമ്മളെയൊക്കെ ക്ഷണിച്ചു സമസ്ത. സയ്യിദുൽ ഉലമ ശൈഖുന MT ഉസ്താദ് അവരൊക്കെ അല്ലേ വിഷയം അവതരിപ്പിച്ചത്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയുടെ ആദർശ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്? 10-ലധികം ആദർശ വ്യതിയാനങ്ങൾ ഈ നേതാക്കളാണ്, സമസ്തയുടെ നേതാക്കളാണ് മുഷാവറ അംഗീകരിച്ച, മുഷാവറ നടപടിയെടുക്കാൻ കാരണമായ ആദർശ വിരുദ്ധമായ കാര്യങ്ങൾ ഞാനിത് ആവർത്തിക്കുന്നില്ല. ഇവിടെ പല വേദികളിൽ നമ്മളത് എണ്ണി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹക്കീം ഫൈലിക്ക് ആദർശ വ്യതിയാനം, സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് എതിരായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഇത് സമസ്ത ഏകകണ്ഠമായി അംഗീകരിച്ചതാണ്. സമസ്തയിലെ ആരും, മുഷാവറയിലുള്ള ഒരാളും അതിന് എതിരായി പറഞ്ഞിട്ടില്ല. പിന്നെയോ CIC-യുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ, നീണ്ട വർഷങ്ങളോളമുള്ള ചർച്ചകൾ, മസ്ലഹത്ത് ശ്രമങ്ങൾ, എത്ര സമസ്തയുടെ ഊർജം, സമസ്ത മുഷാവറയുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ, ഈ സംവിധാനം അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ, ഒത്തൊരുമിച്ച് പോകാൻ സമസ്തയുടെ നേതാക്കൾ ശ്രമിച്ചില്ലേ? പക്ഷെ ധിക്കാരത്തോടുകൂടെ സമസ്തയെ വെട്ടിമാറ്റിയത് ആരാ? സമസ്തയെ ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റി. ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ സമസ്തയല്ല CIC-യെ ഒഴിവാക്കിയത്. CIC സമസ്തയെ ഒഴിവാക്കുകയായിരുന്നു. 2022 ഭരണഘടന തിരുത്തിയത്. നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ല. ഏതാ ഭരണഘടന? ഭരണഘടന എന്ന് പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ CIC-യുടെ പ്രസിഡന്റായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭരണഘടന 2004 എന്നാണ് എന്റെ ഓർമ്മ. ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഭരണഘടന 2022 തിരുത്തി. എന്താ തിരുത്തിയത്? സമസ്തയുടെ പ്രസിഡന്റിനെ ഭരണഘടനയിൽ നിന്ന് മാറ്റി ഉപദേശക സംസ്ഥാനത്ത് നിന്ന്. ഒന്നാമത്തെ ലക്ഷ്യം തന്നെ സമസ്തയുടെ ആശയവും ആദർശവും തീരുമാനങ്ങളും അനുസരിച്ചുള്ള മതബൗദ്ധിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുക എന്നത് മാറ്റിയിട്ട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി സംവിധാനം എന്നാക്കി മാറ്റി. സമസ്തയെ വിട്ടുമാറ്റി. 3-ലധികം തീരുമാനങ്ങൾ, സമസ്തക്ക് പറ്റാത്ത തീരുമാനങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്ത് സമസ്തക്ക് റൈറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് സമസ്തയെ തൊലാക്ക് ചൊല്ലിയത് ആദ്യം CIC-യാണ്. അത് മനസ്സിലാക്കണം. എന്നിട്ടും സമസ്ത അന്നൊന്നും നടപടി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നെയും മാസങ്ങളോളം, ഏറെക്കുറെ 1.5 കൊല്ലത്തോളം മസ്ലഹത്ത് ശ്രമങ്ങൾ, നിരന്തര യോഗങ്ങൾ. ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണ്? മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതേപോലെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ
ഇപ്പുറത്ത് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ MT ഉസ്താദ്, ആലിക്കുട്ടി ഉസ്താദ്, ഇവര് നിരന്തരം ആലോചിച്ച് മണിക്കൂറുകളോളം 2 സിറ്റിങ്ങിലൂടെ തയ്യാറാക്കിയ 9 കാര്യങ്ങൾ ഇത് CIC അംഗീകരിച്ച് ഒപ്പിട്ട് തന്നാൽ, ഇപ്പോഴും സമസ്ത പറയുന്നത് എന്താണ്? അത് അംഗീകരിച്ച് ഒപ്പിട്ട് തന്നാൽ സമസ്തയുടെ തീരുമാനം പിൻവലിക്കും. പ്രശ്ന പരിഹാരത്തിന് ഞാൻ പറയുന്നു, അതിനുള്ള മാർഗം സമസ്തയല്ലേ? 100 കൊല്ലം പഴക്കമുള്ള ഒരു സംഘടനയല്ലേ? സമസ്ത ഒരു പ്രസ്ഥാനമല്ലേ? തലമുതിർന്ന നേതാക്കളല്ലേ? ദീർഘദൃഷ്ടിയുള്ള നായകന്മാരല്ലേ? സൂഫിയാക്കളല്ലേ? ഔലിയാക്കളല്ലേ? സ്വാലിഹീങ്ങളല്ലേ? അവര് ഏകോപിച്ചൊരു തീരുമാനം കൃത്യമായി ഹക്കീം ഫൈസി നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ, കഴിഞ്ഞു പോയ ചരിത്രത്തിൽ ഒരുപാട് നേതാക്കൾ തിരുത്തി സമസ്തയിലേക്ക് തിരിച്ചു വന്നതുപോലെ ഒരു വ്യക്തിയുടെ വിഷയമല്ലേ? ഞാൻ പറയുന്ന പ്രശ്നത്തിന് 2 സൊല്യൂഷൻ. ഒന്ന്, അബ്ദുൽ ഹക്കീം ഫൈലി സമസ്തയുടെ മുന്നിൽ മാപ്പ് പറയണം, എനിക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ, സമസ്ത എന്ന് പറയുന്ന 100 കൊല്ലം പഴക്കമുള്ള ആദർശ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ മാപ്പ് പറഞ്ഞാൽ, ഹക്കീം ഫൈസി നിങ്ങൾക്കത് ഉയർച്ചയാണ്, വളർച്ചയാണ്, നിങ്ങളുടെ പുറകിൽ ഞങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഈ 9 തീരുമാനങ്ങൾ CIC അംഗീകരിക്കാൻ തയ്യാറാവണം. ഇതോടുകൂടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ പരിഹാരമാകും. ബാക്കിയൊക്കെ അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളാണ്, അതിനെ തുടർന്നുണ്ടായ പ്രശ്നപരിഹാരത്തിന്റെ വഴികളാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വാഫി കുട്ടികളും CIC അനുകൂലിക്കുന്ന ആളുകളും ഞങ്ങളെ കുറച്ച് ആളുകളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി അടക്കി ഒതുക്കി നിർത്താമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ട. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അത് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പഠിപ്പിച്ച ഒരു നിലപാടാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം? സമസ്തക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അത് സമസ്തയുടെ തീരുമാനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, 4 തീരുമാനം സമസ്തക്കുണ്ട് രാഷ്ട്രീയപരമായിട്ട്. ചെറുശ്ശേരി ഉസ്താദാ പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദ് മുസ്ലിം ലീഗുകാരനാണ്. ചെറുശ്ശേരി ഉസ്താദ് മരിക്കുന്നത് വരെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിലക്കൊണ്ട, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത, ഞാൻ മുസ്ലിം ലീഗാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നേതാവാണ് സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. പക്ഷേ ഉസ്താദ് പറഞ്ഞു, സമസ്തക്ക് ലീഗൊന്നുമില്ല. അതും പറഞ്ഞുതരാം, ഉസ്താദിന്റെ ശൈലിയാണ്. സമസ്തന്റെ സ്ഥാപനങ്ങളിൽ ലീഗേര് നടത്തുന്നുണ്ട്, കോൺഗ്രസ്സുകാര് നടത്തുന്നുണ്ട്, പിന്നെ ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റ് അനുഭാവികള് ഓലും നടത്തുന്നുണ്ട്, ധാരാളം മദ്രസകൾ നടത്തുന്നുണ്ട്. വോട്ട് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ അവർ വോട്ട് ചെയ്യൂ. ഓലക്ക് അള്ളി റസൂലൊക്കെ ഉണ്ട്, ഓലൊക്കെ നടത്തുന്നുണ്ട് സമസ്തന്റെ സ്ഥാപനങ്ങൾ. എന്നിട്ട് ശൈഖുന അവസാനിപ്പിക്കുന്നു, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സമസ്തക്ക് രാഷ്ട്രീയമില്ല. അതല്ലേ നമ്മുടെ നയം? സമസ്തക്കാര് ഇപ്പൊ ലക്ഷദ്വീപിൽ പോയാൽ അവിടെയൊക്കെ കോൺഗ്രസ്സുകാരാ, അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ പോയാൽ അവിടെ മുസ്ലിം ലീഗില്ല, ലക്ഷദ്വീപിൽ മുസ്ലിം ലീഗില്ല, അവിടെയൊക്കെ കോൺഗ്രസ് ആണ് മിക്കവാറും സമസ്തക്കാര്. അതേപോലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും മറ്റു പലതും, അന്തമാനിൽ പോയാൽ അവിടെ വേറെ അവരെ ചില പാർട്ടികളാണ്. കേരളത്തിൽ നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും നേതൃത്വം നൽകുന്ന ആളുകൾ, അത് ഇടതുപക്ഷത്തെ പല പാർട്ടികളിലെ ആളുകൾ ഉണ്ടാകും, വലതുപക്ഷത്തെ പാർട്ടികളിലെ ആളുകൾ ഉണ്ടാകും. വലതുപക്ഷത്തുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ ആളുകൾ, വലതുപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP ഉണ്ട്, RMP ഉണ്ട്, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി, അതിലെ എമ്മും മാർക്സിസ്റ്റാ. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട്, RSP ഉണ്ട്. UDF ഉണ്ടല്ലോ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാര്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാര്. ഒരു പക്ഷത്ത് മാത്രമല്ല, ഇപ്പൊ CPI UDF കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കുറെ ആളുകൾ പരിശ്രമിച്ചു എന്നൊക്കെ നമ്മൾ വാർത്താ ചാനൽ കണ്ടു. ഇനി അങ്ങനെ ഭാവിയിൽ സംഭവിച്ചാൽ, നേരത്തെ അങ്ങനെ മുസ്ലിം ലീഗും അതേപോലെ CPM തമ്മിൽ ഒരുമിച്ച് നമ്മുടെ കേരളത്തിൽ ഭരണം വരെ നടത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയമാണ്. UDF LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ ആളുകൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ സമസ്തയുടെ തീരുമാനങ്ങളൊക്കെ പഠിച്ചപ്പോ, നേരത്തെ പറഞ്ഞ 85ാം വാർഷിക സുവനീറിൽ ഒരൊറ്റ തീരുമാനം പോലും കമ്മ്യൂണിസത്തിനെതിരെയുള്ള തീരുമാനം ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ അത് പറഞ്ഞു തന്നാൽ അത് തിരുത്താൻ തയ്യാറാണ്. 1945 മുതൽ 2011 വരെ മുഷാവറയിലെ ഒരു യോഗത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ ഒരു തീരുമാനം സമസ്ത എടുത്തത് കാണുന്നില്ല. സമസ്തയുടെ ലക്ഷ്യം അതല്ല. കമ്മ്യൂണിസത്തിൽ കുഫ്രിയത്തുണ്ട്, ഇല്ല എന്ന് പറയല്ല. കമ്മ്യൂണിസത്തിന് ദൈവനിഷേധമുണ്ട്, മതനിഷേധമുണ്ട്. നമ്മളൊക്കെ സമസ്തയുടെ വേദികളിൽ നിന്നാണ് കമ്മ്യൂണിസം എന്തായെന്ന് പഠിച്ചത്. SKSSFന്റെ വേദികളിലാണ്, ക്യാമ്പുകളിലാണ് കമ്മ്യൂണിസത്തിന്റെ അപകടം പഠിച്ചത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസത്തിന്റെ മതവിരുദ്ധത, കമ്മ്യൂണിസം എന്ന് പറയുന്ന മാർക്സിസം എന്ന് പറയുന്ന ഇസങ്ങളുടെ ദൈവനിഷേധം,
ഇത് സമസ്തയുടെയും SKSSFന്റെയും വേദികളിലാണ് പഴയ കാലഘട്ടങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ചത്, ഞങ്ങളെ പഠിപ്പിച്ചത്. സമസ്ത ആ ഇസത്തിനെതിരാണ്, സമസ്ത ദൈവനിഷേധത്തിനെതിരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളക്കരയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെയാണോ? നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഈ സദസ്സിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും, മഹല്ലുകളിൽ ഉണ്ടാവും, പലയിടത്തും ഉണ്ടാവും പല പാർട്ടിക്കാര്. അവർ നിസ്കരിക്കുന്നവരെ ചെറുശ്ശേരി ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റ്, അവർക്ക് അള്ളി റസൂലൊക്കെ ഉണ്ട്, അവരെ നമ്മൾ മാറ്റി നിർത്തണോ? അവര് മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ, അവർ UDFന്റെ കൂടെയുള്ള രമയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തണോ? നിങ്ങൾ എന്താ പറയുന്നത്? അവർ RMPയിലോ RSPയിലോ CMPയിലോ പ്രവർത്തിക്കുന്നതിന് കാരണം അവർ കമ്മ്യൂണിസ്റ്റാണ്. നമുക്ക് വേദനയുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് മുക്കം ഉമർ ഫൈലി കോഴിക്കോട്ടെ ഒരു സമ്മേളനത്തിൽ, അത് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടോ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വേദിയിൽ നിസ്കരിച്ചു, മാരി നിസ്കാരം, അത് ആകെ വിവാദമായി. അന്ന് ഈ പറയുന്ന രമയുടെ പാർട്ടിയുടെ നേതാവ് ഹരിഹരൻ പറഞ്ഞു, മുക്കം ഉമർ ഫൈസിക്ക് നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഈ അയാൾ പ്രസംഗിക്കുന്നത് UDFന്റെ വേദിയിലാണ്. സദസ്സിൽ ആരെങ്കിലും അത് തിരുത്തിയോ? കാരണം ഹരിഹരൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ, നിസ്കാരം പറ്റൂല, നിസ്കാരത്തെ ആക്ഷേപിക്കും. മുക്കം ഉമർ ഫൈസിയോടുള്ള വിരോധത്തിന്റെ പേരിൽ നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ് നിസ്കാരത്തെ ആക്ഷേപിച്ചു. ഞങ്ങൾക്കതിൽ വേദനയുണ്ട്. ഇത് ഇടതുപക്ഷം വലതുപക്ഷം UDF LDF വ്യത്യാസമല്ല. കമ്മ്യൂണിസം തലക്ക് കയറിയ ആളുകൾക്കൊക്കെ നിസ്കാരത്തോടും ദൈവത്തോടും മതങ്ങളോടൊക്കെ നിഷേധവും വിരോധവും ഉണ്ടാവും. അത് സമസ്തക്കാർക്ക് എന്നുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ നിലപാട് കൊണ്ടാണ് നമ്മുടെ മഹല്ലുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസം നടപ്പാക്കാൻ സാധിക്കാതെ പോയത്. അത് മനസ്സിലാക്കണം. ഇപ്പൊ പ്രിയപ്പെട്ട സത്താർ പന്തല്ലൂർ, നമുക്കറിയാം, ഏറ്റവും പുതിയ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി, മറ്റു പല മന്ത്രിമാര് നമ്മുടെ ശരീഅത്തിനെതിരെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ചപ്പോ സത്താർ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ ശക്തമായി അതിനെതിര് പറഞ്ഞിട്ടുണ്ട്. അതാണ് സമസ്തക്കാരുടെ നിലപാട്. അത് ഇടതുപക്ഷം വലതുപക്ഷം എന്ന് നോക്കിയിട്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് അതിന്റെ പേരിൽ ഒരു ഭാഗത്തിന്റെ മുദ്ര കുത്തി ഞങ്ങൾ ആക്ഷേപിക്കാമെന്നാരും മനസ്സിലാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടി, സമസ്തയുടെ നിലപാടുമായി ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടോ, ഇത് പോസ്റ്റർ ഒട്ടിച്ച് കൂടിയ ആളുകളല്ല, ഇത് ആഴ്ചകളോളം ഇത് പ്രചരണം നടത്തി കൂടിയ ആളുകളല്ല. എനിക്ക് തോന്നുന്നത് മിനിഞ്ഞാന്നാണ് ഔദ്യോഗികമായി ഇന്നത്തെ ഈ യോഗം തീരുമാനിക്കപ്പെടുന്നത്. ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ഈ മഴക്കാലത്ത് ആളുകൾ കൂടിയത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, സമസ്തക്ക് വേണ്ടി, സമസ്തയുടെ ആദർശത്തിന് വേണ്ടി. സയ്യിദുൽ ഉലമയുടെ കൂടെ, ശൈഖുൽ ജാമിയുടെ കൂടെ, സമസ്തയുടെ മുശാവറയുടെ കൂടെ ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ചതുപോലെ സമസ്തക്കൊരു യുവനിരയുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനിര. ആ യുവനിരയാണ് നിങ്ങൾ ഈ സദസ്സിൽ കാണുന്നത്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഉമറാക്കളുണ്ട്, മഹല്ല് ഭാരവാഹികളുണ്ട്, SMFന്റെ ഭാരവാഹികളുണ്ട്. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സമസ്തയുടെ ആദർശം, സമസ്തയുടെ വിശുദ്ധി ഒരു പോറലുമേൽക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ടാകും. ഈ പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിന്റെ നായകന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കാവലാളുകളായി ഞങ്ങൾ കൂടെ ഉണ്ടാകും. ആരെയും ഒറ്റപ്പെടുത്താനും ആർക്കെതിരെ പ്രമേയം പാസാക്കാനും ഞങ്ങളുടെ നേതാക്കളെ ഒറ്റപ്പെടുത്താനും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിന് മുമ്പ്